കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ ഈ പാവപ്പെട്ടവർ വല്ലതും തരണേ. അമ്മ അമ്മോ അമ്മ അമ്മ അമ്മോ. ക്രിസ്മസും ന്യൂ ഇയർ ആഘോഷിക്കാനിരുന്ന യുവാവിന് സംഭവിച്ചു കണ്ടാൽ നിങ്ങളും ഞെട്ടും. നിങ്ങൾ ഞെട്ടിയില്ലെങ്കിൽ അവൻ തന്നെ സ്വയം ഞെട്ടും. എങ്ങനെയാണ് അത് പറ്റിയത്? ഡ്യൂട്ടി കയറിയില്ലേ, നൈറ്റ് ഡ്യൂട്ടി കയറിയ ട്രോളിയുടെ വീലിന്റെ മേളിൽ റൗണ്ട് സാധനം ഉണ്ടായിരുന്നു. ഈ സാധനം ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഒറ്റ വലി വലിച്ച് കാല് മാറ്റിയില്ല, കറക്റ്റ് കാലെ അടിച്ചിട്ട് മുറിഞ്ഞ അറിഞ്ഞില്ല. പിന്നെ ചെരുപ്പ് ഫുള്ള് ഭയങ്കര നനവോ ഫുള്ള് ചോര ഫുള്ള് ഒഴുകി കാഷ്വാലിറ്റി പോയി. ആഷിനെ കൊണ്ടാണ് അവിടെ. ആഷിനിലാണ് പിന്നെ പൊക്കി എടുത്ത് വീൽചെയർ എടുത്തിട്ട് അവിടെ അതിന് വലിയ കോമഡി. മറ്റേ സാധനം സലീം കുമാർ എപ്പോട്ട് പോവാം കീപ്പോട്ട് പോകാം കാല് മുറിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അപ്പത്തേന് വന്ന് കാഷ്വാലിറ്റി കൊണ്ടുപോയി അവരവിടെ ചെന്ന് ചെയ്തതിന് വില്ലേട്ടറെല്ലാം വന്നു. വില്ലേട്ടൻ യൂണിഫോമിലായിരുന്നല്ലോ, വില്ലേട്ടൻ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് വന്ന് പിന്നെ നേരെ നമുക്ക് എല്ലാം കിടത്തി. ഡോക്ടർ വന്നിട്ട് നേഴ്സ് വന്ന് ഭയങ്കര സ്റ്റിച്ച് ഇടണം, എക്സ്റേ എടുക്കണതൊക്കെ ഒഴിവാക്കി തരാൻ പറ്റും ഞാൻ ചോദിച്ചു. എന്നിട്ട് പിന്നെ അവര് പറഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സ്റ്റിച്ച് ഇട്ടാ മതി എന്ന് പറഞ്ഞു. ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു ഐറ്റം പൈസ കുട്ടിയുണ്ടാവൂലോ. ആഘോഷിക്കാൻ വെച്ച പൈസ താൻ പോയി. ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഫണ്ടിലേക്ക് പാവത്തിന് ആരെങ്കിലും ഉദാത്തമായി സംഭാവന. QR കോഡ് പൈസ തരാം, എല്ലാരും ഒന്ന് വെച്ച് സഹായിക്കണം. ന്യൂ ഇയർ ആഘോഷിക്കാനുള്ളതാണ്, ഒന്ന് സഹായിക്കണം. അയ്യോ, അതിന്റെ ഫോട്ടോസൊക്കെ നീ ഒന്ന് വാട്സപ്പ് ചെയ്ത് കേട്ടോ. ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനാണോ? വിഷ്ണുവിനെ കാണണം എന്ന് 2-3 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴാണെങ്കിൽ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയത്. അതുകൊണ്ട് അങ്ങനെ പറയണ നീ, അല്ലാണ്ട് ഇവനെ കാണാനൊക്കെ ആരാ ഇവൻ പറ്റിയിട്ട് നമുക്കെന്ത്. ഞാൻ കുറച്ച് ആപ്പിൾ ഓറഞ്ച് മുന്തിരിയൊക്കെ മേടിച്ചിട്ട് വന്നാലെന്ന് വിചാരിച്ചാ. നീ വിചാരിക്കത്തുള്ളൂ, നീ മേടിക്കത്തില്ല. വിചാരിക്കുള്ളൂ, മേടിച്ചില്ല. കാണാൻ വരുന്നവൻ പക്ഷെ ഇവന്റെ നൈറ്റ് ഡ്യൂട്ടി പാവം സുമേഷ് കയറിയേക്കുവാ. അവന്റെ ക്രിസ്മസ് ന്യൂ ഇയറും പോയോ? ഇല്ല, അവനെ ക്രിസ്മസ് ന്യൂ ഇയറും പോയിട്ടില്ല. ക്രിസ്മസിനും പറഞ്ഞു. എന്റെ ബലമായ സംശയം അവൻ നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കാൻ വേണ്ടിട്ട് അങ്ങാണ്ട് മനഃപൂർവ്വം ട്രോളിയിൽ കൊണ്ടുവന്ന് കാല് വെച്ച് മുറിച്ചാന്ന് തോന്നണേ. ഈ സംഭവം എല്ലാരും പറഞ്ഞു, പക്ഷെ വെറുതെയാണ്. ഞാനും മുറിക്കാൻ പോണേ ന്യൂ ഇയറിന്. എനിക്ക് നൈറ്റ് ഞാൻ ന്യൂ ഇയറിന് തലേദിവസം കാല് മുറിക്കും. വെറുതെ എനിക്ക് ഇത് കണ്ടിട്ട് എന്താ സംഭവം എന്ന് പറയും, നൈറ്റ് ഡ്യൂട്ടി അതായത് 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്. അപ്പം 8 മണിക്കൂർ ഡ്യൂട്ടിയിൽ നിന്ന് ഇവൻ 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്. 12 മണിക്കൂറാണ്. ആ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ധ്രുവൻ സിനിമ വില്ലൻ കാണിക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, കാല് മുറിച്ച് കഴിഞ്ഞിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു സെറ്റപ്പ് അങ്ങാണ്ട് പുള്ളി അളിയാൻ ഉദ്ദേശിച്ച് വെച്ചെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല സംഭവം. അറിയാൻ സംഭവിച്ചതാണ്. സംഭവിച്ചത് പിറ്റേ ദിവസം ഞാൻ കയറുമെന്ന് ഞാൻ വിചാരിച്ചു. ശരി, പിറ്റേ ദിവസം കാലം നിലത്ത് കൂട്ടാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാൻ സുമേഷിനെ വിളിച്ച് നൈറ്റ് കഴിഞ്ഞു. തെങ്കാശിപട്ടണത്തിൽ ലാലിനെ തോളിൽ കൊണ്ടുപോകുള്ള സുരേഷ് ഗോപി, അതുപോലെ ഇപ്പൊ ഞാൻ താഴ്ന്ന അവനെ കൂടെ കൊണ്ടുവന്നേ. വെറുതെ ഞാൻ നടന്നാണ് വന്നത്. ഇപ്പൊ നടന്നാട്ടോ വന്നേ. കാല് നിലത്ത് ഉദ്ദേശിക്കൊരു കുഴപ്പമില്ല, ഞാൻ നടന്നു വരുന്നുണ്ട്. ചെറിയൊരു വേദന അത്രേ ഉള്ളൂ. ഇപ്പൊ ന്യൂ ഇയറിന് മുന്നേ രക്തം കണ്ടാ തുറക്കും. അച്ചടി കയറ്റായിരിക്കും ഈ വർഷം, നല്ല കയറ്റായിരിക്കും. ഇപ്പൊ ന്യൂ ഇയറിന് ആർക്കൊക്കെ എന്തൊക്കെ അപകടം പറ്റുന്നു പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുക. അതെ, അയ്യോ അവന്റെ ആരാധകരെ എന്തോ വിളിച്ചോണ്ടിരിക്കും കേട്ടോ. എന്തായാലും വിഷ്ണു, ഞാൻ ഇറങ്ങുവാണ്. എന്റെ കാലം എന്തായാലും വയ്യാണ്ടിരിക്കുമല്ലേ, അപ്പൊ നിനക്ക് ചെരുപ്പിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങ് എടുക്കും കേട്ടോ.